നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടിച്ചൂരിൽ ഒറ്റയാൾ സമരം. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി ലഹരി വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകത്തിനോടനുബന്ധിച്ച സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. രാവിലെ തന്ത്രി മഠത്തിൽ നിന്നും തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജി N. നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ വരെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച അച്ഛനമ്മമാരുടെ ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾക്ക് ഇന്ന് നയാ പൈസ വിലയില്ലാതെയായിരിക്കും. സമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ, നമുക്ക് ചിന്തിക്കാനാവാത്ത മാറ്റങ്ങൾ വരുന്നു. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാം മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിച്ച് വളർന്നു വന്ന ഒരു തലമുറ ഇന്ന് കുട്ടികൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്ന ഒരു സമൂഹമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അതിന് മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹം മാറിയിട്ടുമുണ്ട്. പക്ഷെ കഴിഞ്ഞ 10-25 വർഷമായിട്ട് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളുടെ വേഗത അതിശയിപ്പിക്കുന്നതാണ്, നമ്മുടെ സമനില തെറ്റിക്കുന്നതാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇതിനെന്താണ് പരിഹാരം, നാം ആലോചിക്കേണ്ടതാണ്. അല്പം ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ 1990കളിൽ ആഗോളവൽക്കരണം എന്ന ഒരു പ്രക്രിയ ലോകത്തെമ്പാടും വന്നു. ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു. ഗ്ലോബ് ഈസ് എ വില്ലേജ്, ലോകം ഒരു ഒറ്റ ഗ്രാമമാണ് എന്നൊക്കെ പറഞ്ഞു. നല്ല കാഴ്ചപ്പാടാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വസുധൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന് പറയുന്ന ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലോബലൈസേഷൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ അത് പ്രശ്നമുണ്ടാക്കി. എന്താണ് ആ പ്രശ്നം? ഈ വൈദേശികമായ കാഴ്ചപ്പാടുകളിലൂടെ ആഗോളവൽക്കരണത്തെ നോക്കിക്കണ്ടപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ കൈവിട്ടു. ജസ്റ്റിസ് S. ഈശ്വർ തന്ത്രിയെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. PG നായർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് K. രവീന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കൂടൽമാണിക്യം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപി, സിനിമാ താരം ദേവൻ, വേണുഗോപാൽ മേനോൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ, UP കൃഷ്ണനുണ്ണി, P. മാധവ മേനോൻ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ഊരാളൻ പുന്നപ്പുള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും PG നായരും ചേർന്ന് തന്ത്രിയുടെ പാദപൂജയും നടത്തി. വിവിധ സാംസ്കാരിക നേതാക്കൾ, വൈദിക ശ്രേഷ്ഠന്മാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവരാൽ തന്ത്രി ആദരിക്കപ്പെട്ടു. തന്ത്രി ആദരിക്കപ്പെട്ടവർക്ക് ഉപഹാരവും നൽകി.
ചൂലൂർ അരയംപറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറി. രണ്ടാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് കാരുമാത്ര ഗുരുപദം കണ്ണൻ ശാന്തിയുടെയും അരയംപറമ്പിൽ ദിനേശ് ശാന്തിയുടെയും നേതൃത്വത്തിൽ പ്രസാദശുദ്ധിയും അത്താഴപൂജയും നടത്തി. തുടർന്ന് ഭാരതപ്പുഴ സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിനേശ് ഏങ്ങൂർ, ജ്യോത്സ്യൻ മധു ശക്തിധരൻ, ഗായകൻ ഷിജിൽ, ഡോക്ടർ നീനു സദാനന്ദൻ, ഹരിലക്ഷ്മി രാജേഷ്, അപർണ സുനിൽകുമാർ, വിലാസിനി സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്ത വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് ക്ഷേത്ര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് എ പി സദാനന്ദൻ, സെക്രട്ടറി എ ജി പ്രദീപ്, എ കെ സത്യദേവൻ, എ പി സുനിൽകുമാർ, എ എസ് ദിനേശ്, എ എസ് സന്തോഷ് കുമാർ, രാജേഷ് വേലേക്കാട്ട് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. അനുരാഗ സൗരഭ്യമല്ലേ നീ, അനുരാഗ സൗരഭ്യമല്ലേ നീ, സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം, കണ്ണിന് സായുജ്യം രൂപം, ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ. കഴിമ്പ്രത്തെ വനിതാ ക്ലബ്ബായ ലേഡി ടാസ്ക് വനിതാ ദിനം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് പി പി സിമി ഉദ്ഘാടനം ചെയ്തു. ലേഡി ടാസ്ക് പ്രസിഡന്റ് മീന മോഹൻ അധ്യക്ഷയായി. വനിതകളും സാമൂഹ്യനീതിയും എന്ന ചർച്ചാ വിഷയവും ലേഡീസ് ടാസ്ക് സെക്രട്ടറി ശ്രീറാണി ചിദംബരൻ അവതരിപ്പിച്ചു. ഉദ്ഘാടകയ്ക്കുള്ള ഉപഹാരം ലേഡി ടാസ്ക് സീനിയർ അംഗം മോഹിനി ഗംഗാധരൻ സമർപ്പിച്ചു. ടാസ്ക് പ്രസിഡന്റ് സലിൽ കെ ജി മുഖ്യാതിഥിയായി. മുഖ്യരക്ഷാധികാരി ചിദംബരം വേലേക്കാട്ട്, സെക്രട്ടറി ഹനീഷ് തൈപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് ഭാനുജൻ പനക്കൽ, ലേഡി ടാസ്ക് കോർഡിനേറ്റർ ഉഷ പുഷ്പൻ, ഗജാൻജി, തുളസി രാജേഷ്, വൈസ് പ്രസിഡന്റ് സുധാ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ മുൻപ് ഉദ്ഘാടനം ഒന്നും ചെയ്ത് എനിക്ക് അങ്ങനെ ശീലമൊന്നുമില്ല. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ചർച്ചയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന, അതായത് ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കാവും എന്നെക്കാളും പല കാര്യങ്ങളിലും അനുഭവ പരിചയമൊക്കെ കൂടുതൽ നിങ്ങൾക്കായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ മാതിരി എൻ്റെ ജോലി ഇതായതുകൊണ്ട് കുറച്ച് നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കുറച്ച് നിയമവശങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും, അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ പിന്നെ എനിക്കിതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഇവിടെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു തീരദേശ ഗ്രാമമാണ് കഴിമ്പ്രം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഇത്ര അധികം എന്ന് ഞാൻ പറയണില്ല, എന്നാലും കുറച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തൃത്തല്ലൂർ വെസ്റ്റ് മുഹദിയ മദ്രസയിൽ മജ്ലിസ് സുന്നു 9ാം വാർഷിക സമ്മേളനവും പ്രാർത്ഥനാ സംഗമവും നടന്നു. ഷാക്കിർ ഫൈസി കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. മദ്രസത്തുൽ മുഹദിയ പ്രസിഡന്റ് എ മുഹമ്മദ് അധ്യക്ഷനായി. പ്രാർത്ഥനാ സംഗമത്തിന് സമസ്ത കേരള ജമായത്തുൽ മുദരിസീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ സുലൈമാൻ അൻവരിയും മദ്രസ സ്വദർ മുഅല്ലിം മുഹമ്മദ് ബദരി മജ്ലിസുന്നൂറിനും നേതൃത്വം നൽകി. മദ്രസ സെക്രട്ടറി എ ജാഫർ മാസ്റ്റർ, മജ്ലിസുന്നൂർ കോർഡിനേറ്റർ
കമ്മിറ്റി കൺവീനർ AKM ഹനീഫ ഹാജി, ട്രഷറർ AT റഫീഖ്, A അബ്ദുല്ല മോൻ, A ജാബിർ, മുഹമ്മദ് നസീം ഫൈസി, അബൂബക്കർ സിദ്ദിഖ് ദാരിമി, അബ്ദുൽ ജലീൽ അഷ്റഫി, KT മുസ്തഫ മുസ്ലിയ, AI മുഹമ്മദ് സാബിർ എന്നിവർ സംസാരിച്ചു. ശിക്ഷിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിനെ ശിക്ഷിക്കാനാണ് അല്ലാഹു ആഗ്രഹിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് റമളാനിനെ നൽകുകയേ ഇല്ലായിരുന്നു. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസിനെയും നിങ്ങൾക്ക് തരില്ലായിരുന്നു. ഇത് എപ്പോഴാ പറഞ്ഞു കൊടുത്തറിയോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അസൂയയോടുകൂടെ അല്ലാഹുവുമായി സംസാരിച്ച പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്റെ കാര്യം എന്നറിയോ? ഞാനും നിങ്ങൾക്കുമൊക്കെ ഔദാര്യമായി ചെന്നുപെട്ട ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഞാനും നിങ്ങളുമൊക്കെ അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. വലപ്പാട് ബീച്ച് അരയംപറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, പൊങ്കാല സമർപ്പണം, കലശാഭിഷേകം, പ്രസാദകൂട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി മുരളി, ദിനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ ഷീജ ബാബുരാജ്, രക്ഷാധികാരികളായ ഗിരിജ ശങ്കർ, ഡോക്ടർ AV അനൂപ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വനിതാ ദിനത്തിൽ CPM തൃപ്രയാർ രജിസ്റ്റർ ഓഫീസ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മുതിർന്ന വനിതകളെ ആദരിച്ചു. റിട്ടയർഡ് അധ്യാപിക അമൃതവല്ലി ടീച്ചറുടെ വീട്ടിൽ എത്തിയാണ് സ്നേഹാദരവ് നടത്തിയത്. ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം V ശ്രീകുമാർ അധ്യക്ഷനായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് സെക്രട്ടറി ചിഞ്ചു സുധീർ പൊന്നാടി അണിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മൊമെന്റോ നൽകി. ആദ്യകാല കർഷക തൊഴിലാളി കുന്ധര കൊച്ചമ്മുവിനെ വീട്ടിലെത്തി നടത്തിയ സ്നേഹാദരവിൽ നാട്ടിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പൊന്നാടി അണിയിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ മെമ്മന്റോ നൽകി. ബ്രാഞ്ച് സെക്രട്ടറി TV ശ്രീജിത്ത്, മുൻ പഞ്ചായത്ത് അംഗം C ശങ്കരനാരായണൻ, KK സുബ്രഹ്മണ്യൻ, വിനീത സൂസൻ, സന്ധ്യ ആനന്ദൻ, K വിശാഖ്, സൗമ്യ, വിമല സോമൻ, OK പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ഓഫീസ് ബ്രാഞ്ച്, അവിടെ ബ്രാഞ്ചിലെ മെമ്പർമാർ, ഒപ്പം തന്നെ പാർട്ടിയുടെ സഹാക്കളെ എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. അമ്മമാരുടെ വീട്ടിൽ, അമ്മമാരുടെ പേര് കൊച്ചമ്മ, അമ്മമാരുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മമാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. 100 വയസ്സ് കഴിഞ്ഞ് 101 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന കോൺഗ്രസിന്റെ മുൻകാല സജീവ പ്രവർത്തകനും ഇപ്പോഴത്തെ നാട്ടികയിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന കാരണവർ കൂടിയായ വെള്ളാഞ്ചേരി രാമകൃഷ്ണന് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്നേഹാദരവ് നൽകി. വെള്ളാഞ്ചേരി രാമകൃഷ്ണന്റെ വസതിയിലെത്തി മുൻ MP-യും KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ TN പ്രതാപൻ പൊന്നാട അണിയിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ VR വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനോ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, PK നന്ദനൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് രാനിഷ് K രാമൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി,
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടിച്ചൂരിൽ ഒറ്റയാൾ സമരം. അന്തിക്കാട് പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ തുടർന്നാണ് പൊതുപ്രവർത്തകനായ യോഗനാഥൻ കരിപ്പാറ മുട്ടിച്ചൂർ പാലം പരിസരത്ത് ഏകദിന ഉപവാസം ഇരുന്നത്. ഇതിനെ സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുള്ളതാണ് മുൻപ്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നുമുണ്ട്. ഈ പ്രദേശവാസികൾക്ക് വെള്ളമെത്തിക്കാൻ കേരള വാട്ടർ അതോറിറ്റിയും അന്തിക്കാട് പഞ്ചായത്തും ഇടപെടണമെന്ന് ആവശ്യവും നിർദ്ദേശവും ഉണ്ടെങ്കിലും ഇവിടെ വെള്ളമെത്തിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഇവിടെ വരുവാനോ അതിന് ഒരു നിർദ്ദേശം നൽകാനോ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. എന്നാൽ ഇവിടെ നാടിന് നമുക്ക് ഒരുപാട് വ്യക്തികൾ അന്തിക്കാട് പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന് ഉള്ള നേതാക്കന്മാർ നമുക്കുണ്ട്. ശ്രീ KP രാജേന്ദ്രൻ, അതുപോലെ തന്നെ VS സുനിൽകുമാർ, പിന്നെ നമ്മുടെ VM സുധീരൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ K രാജൻ, CC മുകുന്ദൻ ഉൾപ്പെടെ നാടിന് അഭിമാനിക്കാവുന്ന പല വ്യക്തികളും ഈ ഗ്രാമത്തിലുണ്ടെങ്കിലും അവരുടെ ഉയർച്ചയ്ക്കനുസരിച്ച് എൻ്റെ ഗ്രാമം വളർന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് വെള്ളം. ഇവിടെ തീരദേശ മേഖലയിൽ റെയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തിക്കും തിരക്കുമുള്ളതായി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഒരു വാർത്ത, മെട്രോ വാർത്ത ഞാൻ കാണാനിടയുണ്ടായി. ഇവിടെ ആവശ്യം ഇവിടെ ട്രെയിനല്ല, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം നിർവഹിക്കുന്നതിൽ നമുക്കിവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നു. ആ പരാജയത്തിൽ കഴിവുള്ളവർ, അതായത് നമുക്കെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പോരാടുക, ആ പോരാട്ടത്തിൽ അണിചേരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വേനലായതോടെ കുടിവെള്ളക്ഷാമം കടുത്തതോടെയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത്. വല്ലപ്പോഴും പൊതു ടാപ്പിൽ വരുന്നത് മാലിന്യം കലർന്ന വെള്ളമാണ്. കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും അധികൃതർ വേണ്ട നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് യോഗനാഥൻ കരിപ്പാറ പറഞ്ഞു. വെള്ളം കിട്ടാതെ മരിക്കുന്നതിലും നല്ലത് വെള്ളത്തിനു വേണ്ടി പോരാടി മരിക്കുകയാണ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വനിതാ ദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും തൃശൂർ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി വനിതാ ആരോഗ്യ സഭ നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ഡോക്ടർമാർ നമുക്ക് നമ്മുടെ കൂടെ വനിതാ ദിനം ആഘോഷിക്കണമെന്ന ആവശ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തായാലും റബീഷ് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ വനിതാ ദിനം ആഘോഷിക്കണം. നമ്മൾ സാധാരണ നമ്മൾ സെലിബ്രേഷനിലാണ് ആഘോഷിക്കാറ്. നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. നമ്മൾ പാട്ടും കളികളായി രാത്രി 12 മണി വരെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് കുളത്തിൻ്റെ അവിടെ തന്നെ ആകട്ടെ നമ്മളുടെ വനിതാ ദിനം എന്ന് തീരുമാനിക്കുകയുണ്ടായി. നമുക്കറിയാം ഒരുപാട് പഴയകാലങ്ങളിലുള്ള ഈ വനിതാ ദിനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോട് ഇത് പറയേണ്ട കാര്യമില്ല. ഒരു തൊഴിലാളി വർഗത്തിൽ നിന്ന് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത ആ ദിനമാണ് ഇന്ന്. അപ്പോൾ അത് കൂടുതലായി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അന്തിക്കാടിന് വേണ്ടി എന്ത് പറഞ്ഞാലും അവർ തയ്യാറാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ഒരുപാട് നന്ദി പറഞ്ഞാലും നമുക്ക് അത് മതിയാവില്ല.
വേണു സാറ് ഒന്ന് വിളിച്ചാൽ മതി, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ തരാൻ തയ്യാറാണ്. ടോക്സ് പ്രസിഡന്റ് ഡോക്ടർ എം ബിന്ദു അധ്യക്ഷയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ഡോക്ടർ വേണുഗോപാൽ, ഡോക്ടർ ദീപ്തി എം, ഡോക്ടർ ജ്യോതി മേരി ജോസ്, ഡോക്ടർ സപ്ന ശ്രീധർ, ഡോക്ടർ തുളസി ദേവി, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, CDS ചെയർപേഴ്സൺ മണി ശശി, AV ശ്രീവത്സൻ, KR രബീഷ് എന്നിവർ സംസാരിച്ചു. പ്രമുഖ ഡോക്ടർമാരെ വനിതാ ദിനത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച ആശാ വർക്കർ, ഹരിത കർമ്മസേന കോർഡിനേറ്റർ, മറ്റ് വനിതാ രംഗത്ത് മികവ് തെളിയിച്ചവരെയും ടോക്സ് ഭാരവാഹികൾ ആദരിച്ചു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിർമ്മിച്ച തളിക്കുളത്തെ 4 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ, ജനപ്രതിനിധികളായ കല ടീച്ചർ, ബുഷ്ര അബ്ദുൽ നാസർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ മൂലം 1 വർഷത്തോളം ഈ പദ്ധതി വൈകിയിരുന്നു. 16 ലക്ഷം രൂപയിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം വലപ്പാട് സെക്ഷനാണ് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ചത്. തളിക്കുളം തണ്ടിയാംപറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നട തുറക്കലും പൊങ്കാല സമർപ്പണവും നടന്നു. പ്രസാദ വിതരണം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഗോകുലൻ ചന്ദ്രാപിന്നി, വൈസ് പ്രസിഡന്റ് സദാശിവൻ നാട്ടിക, സെക്രട്ടറി പ്രേംലാൽ തമ്പാൻകടവ്, ട്രഷറർ തങ്ക പ്രസാദ് തമ്പാൻകടവ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് മറൈൻ ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നാട്ടിക സ്വദേശി സ്നേഹ ആൻഡ്രൂസിനെ നാട്ടിക പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ MP TN പ്രതാപൻ സ്നേഹയുടെ നാട്ടികയിലെ വസതിയിൽ എത്തി പൊന്നാട അണിയിച്ചു. VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലു, ബാദുഷ സുൽത്താൻ, VD സന്ദീപ്, PM സിദ്ദിഖ്, ജയൻ ബോസ്, അജിത് പ്രസാദ്, പ്രഭാഷ് പേരോത്ത്, സ്നേഹയുടെ ഭർത്താവ് ടോണി ചേക്കബ് എന്നിവർ പങ്കെടുത്തു. നാട്ടിക BSNL ഓഫീസിന് സമീപം താമസിക്കുന്ന ചെമ്മരിക്കൽ ആൻഡ്രൂസ് ജോസഫ് വീണ ദമ്പതികളെ മകളാണ് സ്നേഹ ആൻഡ്രൂസ്. ഈ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറൈൻ ബയോളജിയിൽ PhD എടുത്തിരിക്കുകയാണ് സ്നേഹ ആൻഡ്രൂസ്. ഭയങ്കര പ്രയാസമുണ്ട് PhD എടുക്കാൻ വേണ്ടി. നന്നായി ഹോംവർക്ക് ചെയ്യണം, സ്റ്റഡി ചെയ്യണം, പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അതിൽ ഒരു കാരണവശാലും എവിടെ നിന്നെങ്കിലും വന്ന ആഡ് ചെയ്തതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഈ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലും ഞാൻ GC മെമ്പറായിരുന്നു 2 ടേം. അതുകൊണ്ട് ഈ PhD അവാർഡ് ചെയ്യണ കമ്മിറ്റിയിലൊക്കെ ഞാൻ മെമ്പറായിരുന്നു. ഈ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും. PhD അവാർഡ് ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിക്കും. വല്ല കോപ്പി അടിച്ചിട്ടുണ്ടോ, പേപ്പറിൽ വേറെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തതിൽ എത്ര ശതമാനം വന്നിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിക്കും. അപ്പോൾ അതും ഭയങ്കര സൂക്ഷ്മ പരിശോധനയുള്ളതാണ് PhD. അതെല്ലാം കടന്നിട്ടാണ് പിന്നെ സ്നേഹ ഈ അവാർഡ് ചെയ്തത്. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധന ക്യാമ്പ് നടന്നു. 357ാമത്തെ ക്യാമ്പാണ് നടന്നത്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ 74 പേരോളം പങ്കെടുത്തു. അതിൽ നിന്നും 42 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുമെന്ന് ക്ലബ് സെക്രട്ടറി CR ഗണേഷ് പറഞ്ഞു. കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി ക്യാമ്പ് നടന്നു വരുന്നത്. നേത്രപരിശോധന കൂടാതെ ബ്ലഡ് പ്രഷർ ടെസ്റ്റും പ്രമേഹ രോഗനിർണയവും നടന്നു വരുന്നുണ്ട്. ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ്, പ്രതാപൻ കളത്തിൽ, യമുന പ്രതാപൻ, VS വ്യാസബാബു, റൂസ്മേരി സാനി, രഘു പുളിക്കൽ, NM സുരേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ 357ാമത്തെ ക്യാമ്പാണ്. ഇത് തൃപ്രയാർ ലയൺസ് ക്ലബും അതുപോലെ തന്നെ എറണാകുളത്തുള്ള എടപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐ ക്യാമ്പാണ്. ഇവിടെ ഞങ്ങൾ കണ്ണ് പരിശോധന നടത്തി അവർ തിമിര ശസ്ത്രക്രിയക്കുള്ളവരെ
കണ്ടെത്തുകയും അവരെ ഞങ്ങളുടെ ചെലവിൽ തന്നെ കൊണ്ടുപോയി ഈ ആസ്പത്രി കൊച്ചിൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി അത് തിമിര ശസ്ത്രക്രിയ നടത്തി തിരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമുകളാണ്, ഞങ്ങളുടെ പ്രോജക്റ്റാണ്. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കളഭാഭിഷേകവും നടത്തി. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേക പൂജ, ഉപദേവന്മാർക്ക് കലശാഭിഷേകം എന്നിവ നടന്നു. തൃപ്രയാർ അനിയന്മാരാരുടെ മേളത്തോടുകൂടി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഗജവീരൻ അച്യുതൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പ്രസാദവൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പുന്നപ്പിള്ളിമന രവി തിരുമേനിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൻ കരുമാരശ്ശേരി, രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരംഖണ്ടത്ത്, സെക്രട്ടറി സുഭാഷ് കോരപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. പെരുങ്ങോട്ടുകര മൂന്നുകൂടിയ സെന്ററിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൂർത്തിലെ വെട്ടുകത്തിയുമായി വെട്ടി കൊലപ്പെടുത്തുന്നു, അവൻ തന്നെ ചാവുന്നു. വിഷം കഴിച്ച ആത്മഹത്യ നടക്കുന്നുണ്ട്. ഇതല്ല, MDMA വിഴുങ്ങുന്നു പോലീസ്. നിങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ ഓടിക്കുക. എങ്ങോട്ട് നമ്മുടെ നാട് പോകണു? ഇതിന് തടയിടണ്ടേ? എൻ്റെയും നിങ്ങളുടെ ഈ നാടിൻ്റെ നമ്മുടെ വ്യവസായ തരിപ്പണാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭീകര താണ്ഡവത്തെ, ഈ കൊള്ളരായ്മയെ നമുക്ക് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട് മഹാവിപത്തിലേക്ക് വലിയ ആപത്തിന്റെ അപായത്തിന്റെ മുനമ്പിലാണ് നമ്മുടെ നാട് ചെയ്യുന്നത്. അതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം. മറ്റു വശങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇപ്പം ഇങ്ങനെ കുടിക്കണേ? സാധാരണ നമ്മൾ നാട്ടുപുറത്തല്ല, അത് മനസ്സമാധാനത്തിനാണ് കുടിക്കുന്നത്. മനസമാധാനത്തിന് വേണ്ടി മദ്യത്തിൽ, മറ്റ് രാസലഹരിയിൽ അഭയം തേടുന്നവർ താൽക്കാലികമായ സുരക്ഷിത ബോധമാണ്. ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ അധ്യക്ഷനായി. എക്സൈസ് വകുപ്പ് ചെയർ റേഞ്ച് ഇൻസ്പെക്ടർ N രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം MV മുകേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏരിയ കമ്മിറ്റി അംഗം CP ജോസ്, അനന്തു K ദിനേശ്, PR സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. കവിതകൾ, പാട്ടുകൾ, ഫ്ലാഷ് മോബ്, ദീപം തെളിയിക്കൽ എന്നിവയും ഉണ്ടായി. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് CK ബേബി ഉദ്ഘാടനം ചെയ്തു. 1975 ഈ മാർച്ച് 8-ാം തീയതി സർവദേശിക വലിയ വനിതാ ദിനമായിട്ട് ആചരിക്കപ്പെടണമെന്ന് തീരുമാനിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ 2025 എത്തിയിരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. നേരത്തെ അവതാരിക സ്വാഗതം പറഞ്ഞ സമയത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്, സ്ത്രീകളുടെ സമത്വത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലെറ്റ് us accelerate equality for women എന്നുള്ളതാണ്. വനിതാവേദി പ്രസിഡന്റ് നീതു ഷാനിഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഹേന രമേശ് മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് TN അജയ് കുമാർ, സെക്രട്ടറി MM പ്രതാപൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KR ഷാജി, സതീഷ് കുമാർ വിശാഖപട്ടണം,
വനിതാവേദി സെക്രട്ടറി TM ജസീന, BS ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ത്രേസ്യ ലോനപ്പൻ, P കോമളവല്ലി, ഭൈന പ്രദീപ്, എഴുത്തുകാരി ഗിരിജ, ഗായിക ജോയ്സ് ആദർശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഗായിക വസന്തം സംഗീത പരിപാടി നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണവും വനിതാ ദിനത്തോടനുബന്ധിച്ച് MTയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന ചർച്ചയും സംഘടിപ്പിച്ചു. പൗലോസ് മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ജു ഹാസ് കരയാവട്ടത്ത് അധ്യക്ഷയായി. പുരോഗമന കലാസാഹിത്യ സംഘം പഞ്ചായത്ത് സെക്രട്ടറി TH ഹാരിസ്, എഴുത്തുകാരികളായ ഷീമ, ഡോക്ടർ ഷെറീമ, ഹണി, സ്മിജ മധു, നൂർജഹാൻ, മുസ്തഫ, തസ്നീം എന്നിവർ സംസാരിച്ചു. വനിതാ സാഹിതി ഭാരവാഹികളായി നൂർജഹാൻ മുസ്തഫ പ്രസിഡന്റും ടിൻഡു സച്ചിദാനന്ദൻ സെക്രട്ടറിയും സജിത രഞ്ജൻ ട്രഷററുമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബഹുജന സംഗമം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. പ്രഭാഷകനും മുൻ MLAയുമായ KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സജയ് വയനപ്പിള്ളിൽ, CB അബ്ദുൾ സമദ്, EK മുഹമ്മദ് ഹാജി, അബ്ദുസമദ് അലുവ തെരുവ്, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മേനോൻ, MU ഉമറുൽ ഫാറൂഖ്, അഫ്സൽ TS സെനീർ, ഷജിൻ ചന്ദ്രാപിന്നി, ഷഹന കാട്ടുപറമ്പിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ്, സാജിദ പുതിയ വീട്ടിൽ, KS അനിൽകുമാർ, IB വേണുഗോപാൽ, ഹരിദാസ് കൊച്ചിക്കാട്ട, അൻവർ ചാമക്കാള എന്നിവർ സംസാരിച്ചു. നമ്മുടെ വീട്ടുമുറ്റത്തേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാനിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് വാടാനപ്പള്ളിയിലെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ, CPMൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളും കൂടി രാവിലെ 8:15 എന്നെ കാണാൻ വേണ്ടി വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകളും കൂടി വന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ ബാംഗ്ലൂരിൽ ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BBAക്ക് പഠിക്കുകയാണ്. 6ാമത്തെ സെമസ്റ്ററാണ് BBA. 6ാമത്തെ സെമസ്റ്ററിൽ കുട്ടിയെ കോളേജിൽ നിന്നും പുറത്താക്കി TC വാങ്ങിച്ച് പോകാൻ വേണ്ടി പറഞ്ഞ രക്ഷകർത്താവിന് വന്ന കത്തിൻ്റെ കോപ്പിയുമായിട്ടാണ് 8:30 മണിക്ക് വീട്ടിൽ വന്നത്. സ്വാഭാവികമായും എന്താണെന്ന് അന്വേഷിക്കാനുള്ള ചുമതല ഉള്ളതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ CEOയെ വിളിച്ചു. മലയാളിയാണ് ആ സ്ഥാപനത്തിൻ്റെ CEO. ആ CEOയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുൻപ് 2 തവണ വാണിംഗ് കൊടുത്തു, 1 തവണ സസ്പെൻഡ് ചെയ്തു, നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കോളേജിൽ നിന്നും പുറത്താക്കിയത്. കയ്പമംഗലം 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സമൂഹ സൗഹൃദ നോമ്പുതുറ സംഘടിപ്പിച്ചു. പുത്തൻപള്ളി ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി, ചാപ്പക്കടവ് ഗുളിക്കൻ മുത്തപ്പൻ ക്ഷേത്രം തന്ത്രി സന്തോഷ് തന്ത്രികൾ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പ്രതിനിധി വർഗീസ് കുറ്റിക്കാടൻ എന്നിവർ റംസാൻ സന്ദേശം നൽകി. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, വാർഡ് മെമ്പർ UY ഷെമി, PT രാമചന്ദ്രൻ, KV തമ്പി, സഹജാത്മൻ, ബഷീർ, ഇജാസ്, ബിജു, രഞ്ജിത്ത്, VM നസീർ എന്നിവർ സംസാരിച്ചു. റോഡ് നിവാസി കൂട്ടായ്മ ഇതുപോലെ ഒരു സമൂഹ സൗഹൃദ നോമ്പുതുറ സംഘടിപ്പിക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുടെയും ഇസങ്ങളുടെയും വക്താക്കളാണല്ലോ നമ്മളൊക്കെ. ഓരോ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതുപോലെ ഓരോ ദൈവ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചാലും. താനിം ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് ജാഗ്രതാ സമിതിയുടെയും ചേർപ്പ് എക്സൈസ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ രഹന പ്രജു ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സരിമ അധ്യക്ഷയായി. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസർ N രാജേഷ് ക്ലാസ് നയിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നും
എന്താണ് അതിന് കാരണമെന്ന് നിലവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിന് കാരണം, അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു പരിഹാരം? ഈ പരിഹാരം ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മുറിവിൽ മരുന്ന് പുരട്ടി തരുന്നൊരു ചികിത്സ മാത്രമേ എല്ലാവരും ചെയ്യൂ. അത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ മുറിവിൽ മരുന്ന് പുരട്ടുക പോലും ചെയ്യില്ല. ചിലപ്പോൾ ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്സിനെ തരുന്നു. ഇനി കൊറോണ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലും തരില്ല. അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം നിങ്ങൾ മറക്കപ്പെടും. ഇപ്പം നമ്മളുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്താ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എന്ന് അവരെ കുറ്റം പറയുന്നതിനിടയിൽ നമ്മളും അത്തരത്തിലായി പോയ ഒരു സമൂഹം. ഇതിനെന്താണ് പരിഹാരം, അല്ലെങ്കിൽ എന്താണ് കാരണം നമ്മൾ കണ്ടെത്തണം. നിലവിലുള്ള സ്ഥിതിവിശേഷം നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും നമ്മുടെ മക്കളുടെ മനസ്സിലെ സ്ഥിതിവിശേഷം എന്താണെന്ന് നിങ്ങൾ ഇതുവരെ അളന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അംഗനവാടി ടീച്ചർ ബേബി, ആശാ വർക്കർ ഷൈദ, ആതിര എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി മണപ്പുറം മഹിമ ഫൗണ്ടേഷന്റെ കേൾവി പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടിച്ചൂരിൽ ഒറ്റയാൾ സമരം. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി ലഹരി വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.